അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ സ്കാലപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അതേ സ്കാലപ്പ് നമ്മൾ സെറി ത്രെഡ് കൊണ്ട് നമുക്ക് 2 ലെയർ ചെയ്തെടുക്കാം. എങ്കിലും നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറി ത്രെഡ് കൊണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ബീഡ് നമ്മൾ ആദ്യം തന്നെ സ്കാലപ്പ് ബീഡ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊന്ന് മടങ്ങിയിരിക്കുന്ന കണക്കൊക്കെ തോന്നും. അപ്പം അത് സെറി ത്രെഡ് കൊണ്ട് 2 ലെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ നെക്കിൽ ചെയ്യുന്ന ടൈമിലാണെങ്കിലും സെറി ത്രെഡ് കൊണ്ട് 2 ലെയർ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പം ബ്രൈഡ് നമുക്ക് 1 മാസം മുമ്പേ കൊണ്ട് തന്ന സാധനമാണ്. പക്ഷേ നമുക്ക് മിക്ക ആളുകളും ഇങ്ങനെ ആയിരിക്കാം, എത്ര നേരത്തെ കൊണ്ട് തന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലൗസ് കൊടുക്കുക. അതിപ്പം എത്ര നേരത്തെ കൊണ്ട് തന്നാലും നമ്മൾ ഓരോ വർക്ക് ചെയ്തൊക്കെ വരുമ്പം ചിലപ്പോൾ അത് ലേറ്റ് ആവും. അപ്പം അതേ കണക്ക് ലേറ്റായ ഒരു ബ്ലൗസാണ് കേട്ടോ ഇത്. പക്ഷേ വർക്കിൽ നമ്മളൊരു കോംപ്രമൈസ് ഒന്നുമില്ല. അവർ പറഞ്ഞ സെയിം ഡിസൈൻ തന്നെ, ഒന്നും കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്യാതെ സെയിം വർക്ക് തന്നെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് മാത്രമല്ല കേട്ടോ, ഈ ബ്രൈഡിൻ്റെ തന്നെ 3 ബ്ലൗസ്, റിസപ്ഷൻ ഇടാനായിട്ടുള്ളത്, പിന്നെ നാത്തൂന്, പിന്നെ അങ്ങനെ കസിൻസിൻ്റെതും, അങ്ങനെ കുറേ ആയിട്ടൊരു 10-15 ബ്ലൗസോളം നമുക്കുണ്ടായിരുന്നു. പിന്നെ ചുരിദാർ, അങ്ങനെ കുറേ ഒരു മാസം മൊത്തം ഈ ഒരു ബ്രൈഡിൻ്റെ തന്നെ റിലേറ്റീവ്സിൻ്റെ എല്ലാം ആയിട്ട് ഈ ഒരു വെഡ്ഡിങ് വർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇത്രയും ബ്ലൗസും ചുരിദാറും എല്ലാം ചെയ്യാൻ കിടക്കുമ്പോൾ നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം നമ്മുടെ തുടക്ക സമയത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മൾ ഇപ്പം മോശമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളവരും കാണും. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താലും പിന്നെയും നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുതരുന്ന നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് കുറച്ച് പേര് കാണും. അപ്പം എത്ര ഇപ്പം തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ ഓണത്തിൻ്റെ ടൈമിലല്ലേ, ക്രിസ്മസ്, വിഷു, അല്ലെങ്കിൽ ഇപ്പം വെഡ്ഡിങ് സീസണൊക്കെ ആണെങ്കിലും എത്ര തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തും അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നാലും നമുക്ക് അയ്യോ സമയമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ ഈ ഒരു നിലയിലോട്ട് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് അല്ലേ. നമ്മൾ എത്ര മോശമായിട്ട് ചെയ്ത് കൊടുത്താലും അവർ കുഴപ്പമില്ലടാ, അടുത്തത് നമുക്ക് നല്ലോണം ചെയ്ത് തന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് എന്താ പറയുക, അവരുടെ ചെയ്യാൻ തരുന്നത് സാരില്ല, നീ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് കൊണ്ടുതരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ, അവരുടെ അടുത്തൊന്നും നമ്മൾ സമയമില്ല എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റത്തില്ല. അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം, ഈ കസ്റ്റമർ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്കിങ്ങനെ തരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരെൻ്റെ സ്ഥിരം കസ്റ്റമറായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഇപ്പം ഇത് ചെയ്തു കൊടുത്തിട്ട് 2 മാസത്തോളം ആയിട്ടുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ അവരെന്നെ കൊണ്ട് പിന്നെയും വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, ഇപ്പം ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുതരുന്ന കസ്റ്റമറാണെങ്കിലും, നമുക്ക് മുമ്പ് സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സാണെങ്കിലും, ആർക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇടേണ്ട ഡേറ്റിന്, ഇപ്പം നാളെയാണ് പ്രോഗ്രാമെങ്കിൽ തലേദിവസം രാത്രിയിലോ അല്ലെങ്കിൽ തലേദിവസം രാവിലെയോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതിപ്പം ആദ്യമായിട്ട് കൊണ്ടുതരുന്ന ആളാണെങ്കിലും സ്ഥിരമായിട്ട് കൊണ്ടുതരുന്ന ആണെങ്കിലും ശരി, അങ്ങനെ ആയിരിക്കും മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. അതിന് മുന്നേയൊക്കെ കിട്ടിയ ഭാഗ്യം. കാര്യം അറിയാം, നമ്മൾ സ്റ്റിച്ചിങ്ങും ഡിസൈനും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ചില ടൈമിൽ പാടാം. കാര്യം ഇപ്പം സീസൺ ടൈമിലൊക്കെ ആകുമ്പോൾ പാടാണ്. അപ്പോൾ ഇങ്ങനെ ലേറ്റ് ആവും. പക്ഷേ പിന്നെയും നമ്മുടെ അടുത്ത് കൊണ്ടുതരും. പിന്നെ പുതിയ കസ്റ്റമറാണേലും അല്ല, നമുക്ക് നേരത്തെ കൊണ്ടുതരുന്ന കസ്റ്റമേഴ്സാണേലും എല്ലാവരോടും ഞാൻ പറയും, ഞാൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റ് നിങ്ങൾക്ക് തോന്നിയാലും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിലാണെങ്കിലും എന്ത് തോന്നിയെന്ന് പറഞ്ഞാലും അത് എൻ്റെ അടുത്ത് പറയാം. അതിനൊരു മടിയും വേണ്ട. അതിപ്പം എന്താ പറയുക, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, എന്തായിക്കോട്ടെ. കാര്യം നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് നല്ലതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.